സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകായുക്ത നിയമ ഭേദഗതിയെക്കുറിച്ചാണ്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കുകയും അത് ഗവർണർ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. ഗവർണർ പിന്നീട് സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ഈ ലോകായുക്ത നിയമ ഭേദഗതിയും മറ്റ് 3 നിയമസഭ പാസ്സാക്കിയ ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ഇന്നലെ രാഷ്ട്രപതി ലോകായുക്ത നിയമ ഭേദഗതി മാത്രം അംഗീകരിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രപതി ഒപ്പിട്ടുകൊണ്ട് അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതായത് ലോകായുക്ത നിയമത്തിൽ സംസ്ഥാന നിയമസഭ വരുത്തിയ ഭേദഗതികൾ പ്രാബല്യത്തിലായിരിക്കുന്നു എന്ന് പറയാം. മറ്റ് 3 നിയമങ്ങൾ അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് 3ഉം രാഷ്ട്രപതി അവിടെ ഒപ്പിടാതെ വച്ചിരിക്കുകയും ചെയ്യുന്നു. ഗവർണർ ഒപ്പിടാതിരുന്ന ഗവർണർ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത് ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ലംഘിച്ച് പ്രവർത്തിക്കുകയും അതിനെ LDF സർക്കാർ വിമർശിക്കുകയും ചെയ്തതിന് ലഭിച്ച അംഗീകാരമായി, അല്ലെങ്കിൽ ആ വിമർശനം ശരിവെക്കുന്നതായി രാഷ്ട്രപതിയുടെ ഒപ്പിടലിനെ സംസ്ഥാന സർക്കാർ വ്യാഖ്യാനിക്കുന്നു. സംസ്ഥാന സർക്കാർ നേടിയ വലിയ വിജയമായി ഇതിനെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ, അതായത് സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ പാസ്സാക്കിയ ഒരു ബില്ലിന് മേൽ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുന്ന ഗവർണർ അടയിരിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മൾ പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ വാദം ശരിയാണ്, പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ നിയമ ഭേദഗതി ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനത്തെ, അതിൻ്റെ അധികാരത്തെ തീർത്തുമില്ലാതാക്കുന്നതാണ് എന്ന് പറയാതെയും വയ്യ. ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് MS സജിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുകയും ഗവർണർ കുറച്ചുകാലം പിടിച്ചു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയതിനെക്കുറിച്ചാണ്. ലോകായുക്ത ബില്ല് മാത്രമല്ല, മറ്റ് 3 ബില്ലുകൾ കൂടി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നു. അത് സർവകലാശാലയിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്നത്, ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഗവർണർക്കുള്ള അധികാരം പരിമിതപ്പെടുത്തുന്നത്, ഇതൊക്കെ ആയിരുന്നു. ഇതടക്കമുള്ള 3 ബില്ലുകൾ കൂടിയാണ് അയച്ചിരുന്നത്. ആ 3 ബില്ലുകൾക്കും പക്ഷേ അംഗീകാരം ലഭിച്ചിട്ടില്ല. പക്ഷേ ലോകായുക്ത നിയമ ഭേദഗതിക്ക്, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു വലിയ വിജയമാണ്. ഇത് ഗവൺമെന്റിന്റെ വിജയമായിരിക്കാം, പക്ഷെ ജനാധിപത്യത്തിന്റെ പരാജയമാണ്. കാരണം പബ്ലിക് സർവൻസിന്റെ അഴിമതിയെ നിയന്ത്രിക്കുന്ന 1987 ഒരു ബില്ല് റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടാണ് 1999 ലോകായുക്ത ബില്ല് വരുന്നത്. നമുക്കറിയുന്നത് 1999. ഈ ബില്ല് വരുന്നത് തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെയും പബ്ലിക് സർവൻസിന്റെയൊക്കെ അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ അധികാരത്തിൻ്റെതായ വിവിധ മേഖലകളിലെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ്. നാം ആലോചിക്കണം, ഇതിന്റെ ഘടന തന്നെ, ലോകായുക്ത എന്ന് പറയുന്ന ആ പോസ്റ്റ് തന്നെ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസിനോ അല്ലെങ്കിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിനോ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആ നിലയിലുള്ള ആൾക്ക് മാത്രമേ ആ ചെയർ ഹോൾഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഉപലോകായുക്ത എന്ന് പറയുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കും. എന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജിനേക്കാൾ ഒരുപക്ഷെ ഉന്നതമെന്ന് പറയാവുന്ന ഒരു 3 അംഗ ബോഡിയാണ്. ഈ 3 അംഗ ബോഡിയുടെ ഓരോ അംഗത്തിന്റെയും കാലാവധി 5 വർഷമാണ്. എന്ന് വെച്ചാൽ 65 വർഷത്തിൽ വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജി റിട്ടയർ ആവുന്നത്. ഒരു 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജി ഇന്നത്തെ അവസ്ഥയിൽ റിട്ടയർ ആവുന്നത്. അവർക്ക് വീണ്ടും 5 വർഷങ്ങൾ കൂടി അതേ നിലവാരത്തിലോ അതിനേക്കാൾ മുകളിലുള്ള നിലവാരത്തിലോ ഉള്ള ഒരു സർവീസ് നീട്ടിക്കെട്ടലിലൂടെയാണ് ഇതുകൂടെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ഒരാൾക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാവുന്ന അവസ്ഥ, അതേ റാങ്ക്. ഹൈക്കോടതി ജഡ്ജിക്ക് 67 വയസ്സ് വരെ ജോലി ചെയ്യാവുന്ന അവസ്ഥ, അതേ റാങ്ക്. അങ്ങനെ ഒരു ജുഡീഷ്യറിക്ക് ഹൈക്കോടതിക്ക് സമാനമായ ഒരു 3 അംഗങ്ങളുള്ള ഒരു അധികാര ശക്തിയാണ് ലോകായുക്ത സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വെച്ചത് തന്നെ എത്ര ഔന്നത്യത്തിലുള്ള ആളുകൾ കുറ്റാരോപിതരായി വന്നാലും ആരോപണ വിധേയരായി വന്നാലും നിഷ്പക്ഷമായി നടപടിയെടുക്കുവാനുള്ള ആർജവം ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം ലെജിസ്ലേറ്റീവ് ആലോചിച്ചിട്ടുണ്ടാവുക. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം പല ഈ പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ് എന്നൊരു സംഗതിയുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ്
റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പോസ്റ്റിംഗ് ഉണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്കും അതായത് സുപ്രീം കോടതി ജഡ്ജിമാർക്കായിരുന്നാലും ശരി, അവർ മരണം വരെ ഇരിക്കുന്ന പോസ്റ്റുകൾ വീണ്ടും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിനുവേണ്ടി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്തു കൊടുക്കുന്ന ചില സൗകര്യങ്ങൾ കൂടിയാണ് ഇത്തരം ചില അധികാര ശക്തി. അപ്പൊ സുപ്രീം കോടതിയിലൊക്കെ ആണെങ്കിൽ ഭൂരിപക്ഷം ജഡ്ജിമാരും ഇത്തരം പല പോസ്റ്റ് വഹിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ. അവർക്ക് സ്വന്തമായ സെക്രട്ടേറിയറ്റ് ഉണ്ട്, തുല്യമായ ശമ്പളമൊക്കെ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൂടാതെ, പെൻഷനൊക്കെ കൂടാതെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന അവരെ അങ്ങനെ നിയമിച്ച അവരെ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും സംവിധാനങ്ങളോടും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോടും വിധേയത്വവും മമതയും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും എന്ന് വെച്ചാൽ അത്ര നിഷ്പക്ഷമായ സമീപനങ്ങളൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിരുന്നാലും ചില ലോകായുക്ത നടപടികൾ, ഇടപെടലുകൾ ഒരു പരിധി വരെയെങ്കിലും ഇവിടെ കറപ്ഷൻ അല്ല അഴിമതിക്ക് എതിരെയുള്ള നിലപാടുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംവിധാനം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പര്യാപ്തമായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ലോകായുക്ത പരാമർശം മൂലം രാജിവെച്ചത് KT ജലീലാണെന്ന് എന്റെ ഓർമ്മ. അപ്പം മന്ത്രിമാരെ രാജിവെപ്പിക്കലോ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കലോ ഒന്നുമല്ല ഇതിന്റെ ലക്ഷ്യമെങ്കിൽ കൂടി അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നു അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സംവിധാനം ആണ് ലോകായുക്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സംവിധാനത്തെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ലോകായുക്ത കുറ്റക്കാരനാണെന്ന് കണ്ടാല് വളരെ വിചിത്രമാണ് ഇന്ന് പുതിയ വിധി. ലോകായുക്ത കുറ്റക്കാരൻ അന്ന് കണ്ട് ഒരു മന്ത്രിക്കെതിരെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അപ്പീൽ അതോറിറ്റി ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഒരു MLA-ക്കെതിരെ ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ സ്പീക്കറാണ്. ഇതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും കളികളും അല്ലേ. ഒരു മന്ത്രി അധികാര ദുർവിനിയോഗം ചെയ്തു കണ്ടാൽ മുഖ്യമന്ത്രിയാക്കെതിരെ നടപടിയെടുക്കും. പിന്നെ ഈ സംവിധാനം എന്തിനാണ്? അപ്പൊ ഇതൊക്കെ തന്നെ വലിയ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരുക്കുക. അതായത് നമ്മുടെ ഇന്ത്യൻ കേരള സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര സാലറിയും സംവിധാനങ്ങളും പാരാഫർണാലിയും സെക്രട്ടേറിയറ്റും ഒക്കെ കൊടുത്തിട്ട് വലിയ സംവിധാനങ്ങൾ ഇങ്ങനെ പോലീസ് സംവിധാനത്തോടുകൂടി പറന്നു കിടക്കുക. പക്ഷെ അവരെ കൊണ്ട് ഈ സൊസൈറ്റിക്ക് നമ്മളാണല്ലോ അവരെ തീറ്റിപ്പറ്റുന്നത്, നമ്മളാണ് അവരെ കൊണ്ടു നടക്കുന്നത്. എന്തിനാണെന്ന് പോലും ഈ വൃദ്ധരെ 65 വയസ്സായ ഈ വൃദ്ധരെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നമ്മൾ വെറുതെ കൊണ്ടു നടക്കാൻ ആ ലൈനിലൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയപ്പെട്ട് അവർക്കെതിരെയുള്ള അവരുടെ അധികാരങ്ങളെ, അവരുടെ ചിറകുകൾ അരിയുന്ന ഒരു സംവിധാനത്തിനെ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്ന് പറയുന്നത് എനിക്ക് വളരെ വിചിത്രമായി തോന്നില്ല. ഇവിടുന്ന് ഗവർണർ ഒപ്പുവെക്കാതെ തിരിച്ചുവെച്ച ബില്ലുകളിൽ വളരെ ദ്രുതഗതിയിൽ രാഷ്ട്രപതി തിരിച്ചൊപ്പിട്ടയച്ചിരിക്കുന്നത് ഈ ലോകായുക്ത ബില്ലുമാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി അല്ലല്ലോ ഒപ്പിടുന്നത്, നമുക്കറിയാം. രാഷ്ട്രപതി സെക്രട്ടേറിയറ്റ് ഉണ്ട്. അത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ ധാരണയുണ്ട്, രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു. അത് അങ്ങനെയല്ല. വധശിക്ഷയ്ക്ക് വിധേയനായ ഒരാള് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതി കാണുന്നൊന്നുമില്ല, അവരുടെ സെക്രട്ടേറിയറ്റ് ആണ്. അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഇത്തരം ഗവൺമെന്റിന്റെ തന്നെ തീരുമാനമായിട്ടാണ് ഇത് വരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സഹകരിച്ചു പോകുന്നത് എന്ന് മനസ്സിലാവും. ഈ ലോകായുക്ത ബില്ലിനെ ഭേദഗതി ചെയ്തുകൊണ്ട്, നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് നിയമസഭയിൽ വന്നപ്പോ അതിനെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത എതിർത്ത ഒരു പാർട്ടിയാണ് BJP. എന്ന് മാത്രവുമല്ല, ഈ ഇക്കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ പിടുത്തം വീഴുമെന്ന് കാണുമ്പോൾ അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇവർ ഒറ്റക്കെട്ടായി മാറുകയും അതിൽ വളരെ ഒരു കൃത്യമായ ഒരു കൂട്ടുകെട്ട് ഇവരിൽ രൂപപ്പെട്ടു വരികയാണ്. ആർജവത്തോടുകൂടി, ഒരു കുലീനതയോടുകൂടി, തറവാടിത്തത്തോടുകൂടി ഇതാണ് നീതി എന്ന് പറയാൻ ഒരുത്തരും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ പോകുന്നതാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രപതിയുടെ ഈ അംഗീകാരമെന്നും അത് ഇവിടെ ആഗ്രഹിക്കുന്നത് അവിടെ നടപ്പാകുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് ആഴം കൂട്ടുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ജനങ്ങളെ നോക്കുകുത്തികളാക്കുകയാണ്. പണ്ടൊക്കെ നമ്മളെ കബളിപ്പിക്കുകയാണ്. പണ്ടൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ രാഷ്ട്രീയക്കാരും ഭരണ നേതൃത്വമൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല, നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ വ്യത്യാസം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളിങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് അഴിമതിയൊക്കെ ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്നുള്ള കൃത്യമായ വെല്ലുവിളി. അത് അരഗൻസിന്റെ ഭാഷ, അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഷ, എതിർക്കുന്നവനെ പിടിച്ച് ജയിലിലിടുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏകാധിപത്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടുകെട്ടായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും ഇന്നത്തെ ഉദാഹരണമാണ് ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റി വെറും ഒരു ഓഫീസാക്കി മാറ്റുകയും അതിന്റെ അധികാരങ്ങൾ എടുത്തു കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് ധൈര്യമായിട്ട് ഏത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഈ മുഖ്യമന്ത്രി എന്നല്ല വരുമാന മുഖ്യമന്ത്രികൾ ആരും ആയിക്കോട്ടെ, ആൻഡ് നോട്ട് ഓൺ എ പർട്ടിക്കുലർ പാർട്ടി, നോട്ട് ഓൺ എ പർട്ടിക്കുലർ മിനിസ്റ്റർ, ഇനി ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാൻ ആളില്ല, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ നിങ്ങൾ ആരാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള ഒരു ഓപ്പൺ വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. സമൂഹത്തോടുള്ള ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമടാ എന്നുള്ള ആ വെല്ലുവിളി തുടങ്ങിയിട്ട്, ഭരണാധികാരികൾ ആ വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇത് പരിധി വിട്ടു പോവുകയാണ്. പൗരൻ ഒരു വിലയുമില്ലാത്ത, നീതിദായകൻ ഒരു വിലയുമില്ലാത്ത, പാർട്ടിയുടെ വില കൽപ്പിക്കാത്ത ഒരു 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 കൂട്ടം ആളുകൾ അധികാരത്തിൽ വന്ന് അവരുടെ തിമിർത്താടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ബില്ലിന്റെ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകുമ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അംഗീകാരം കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഒപ്പുവെക്കൽ മാത്രമാണ് ഒപ്പിടൽ മാത്രമാണ്. അപ്പോൾ പക്ഷേ ഇതിന് ന്യായം പറയുന്നത് കേന്ദ്രത്തിലുള്ള ലോക്പാലിൻ്റെ ഘടനയിൽ ഇത്തരം ചില സംവിധാനങ്ങളുണ്ട്. അതായത് ലോക്പാൽ തീരുമാനിച്ചാലും അതിന് മേൽ എന്താ പറയുക അപ്പീൽ അതോറിറ്റികളുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അംഗീകാരം കൊടുക്കുന്നു എന്നുള്ള ന്യായമാണ് ഇതിൽ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോകായുക്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എന്താ ആവശ്യമുള്ളത്? ഞാനൊരു തീരുമാനമെടുക്കുന്നു, നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരുന്നു, നിങ്ങൾ അത് വലിച്ചു കയറി കൊട്ടയിലിടുന്നു, അതിന് നിങ്ങൾ 100 ന്യായം പറയും. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? വെദർ യു ആർ ട്രാൻസ്പെറന്റ് ബിഫോർ ദി പബ്ലിക്. കേരളത്തിന്റെ കാര്യമെടുത്താൽ നിങ്ങൾ ഈ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ട്രാൻസ്പെറന്റ് ആവാൻ തയ്യാറാണോ ഇല്ലയോ എന്ന് ഒറ്റ ചോദ്യം ഇല്ലാത്ത. ലോക്പാൽ അവിടെ നിൽക്കട്ടെ. ലോക്പാൽ വരുന്നതിന് എത്രയോ, ഈ ലോകായുക്ത വന്നതിന് ശേഷം എത്രയോ കാലത്തിന് ശേഷം ലോക്പാൽ ബില്ല് വന്നു. എത്രയോ കാലത്തിന്, പതിറ്റാണ്ടുകൾക്ക് ശേഷമായി ഈ ലോകായുക്ത ബിൽ 1998 അവതരിപ്പിക്കപ്പെട്ട് 99 നിയമമായി. ഇപ്പൊ 25 കൊല്ലമായി. അതിനിടയ്ക്ക് 5 മന്ത്രിസഭകൾ മാറി വന്നില്ലേ? അതിനിടയ്ക്ക് എത്ര മുഖ്യമന്ത്രിമാർ മാറി വന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്ര, നമ്മുടെ ഓർമ്മയിൽ തന്നെ ആന്റണി വന്നു, കരുണാകരനുണ്ടായിരുന്നു, അച്യുതാനന്ദനുണ്ടായിരുന്നു. എത്ര മുഖ്യമന്ത്രിമാർ ഈ 25 വർഷത്തിനിടയ്ക്ക് മാറി മാറി കേരളത്തിൽ വന്നു. അതൊക്കെയാണ് ഈ ന്യായങ്ങളൊക്കെ ഈ ഒരു കാലങ്ങളിൽ മാത്രം വരുന്നത്. എന്തിനാണ് ഇവരെ ഭയപ്പെടുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഇങ്ങനെ ടെക്നിക്കാലിറ്റി അല്ല പറയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചത് ഒരു സാങ്കേതികത്വമാണ്. ലോക്പാലിന്റെ മുകളിൽ അപ്പീൽ അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ലോകായുക്തയുടെ മുകളിൽ അപ്പീൽ അതോറിറ്റി എന്നൊക്കെ പറയുന്നത് നിയമപരമായ സാങ്കേതികത്വമാണ്. വെറും പിന്നെ ന്യായം പറച്ചിൽ മാത്രമാണ്. ലോക്പാലിന് മുകളിൽ അതോറിറ്റി ഉണ്ട്. പിന്നെ ലോക്പാലിന്റെ റെക്കമെൻഡേഷൻ നടപ്പാകുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ നോക്കൂത്തിയാണെന്ന് നമ്മൾ പറയേണ്ടത്. അതിനെ കോപ്പിയല്ല വേണ്ടത്. ലോക്പാലിന്റെ പുറത്തുള്ള ഇതിന്റെ തീരുമാനങ്ങൾക്ക് പുറത്ത് ഇത്തരം അതോറിറ്റീസ് ഉണ്ട്. അവർക്ക് ആ തീരുമാനങ്ങൾ മാറ്റാമെങ്കിൽ അതും യൂസ്ലെസ് ആണ്. അതുപോലെ ഞങ്ങൾ യൂസ്ലെസ് ആവും, അല്ലെങ്കിൽ ഞങ്ങളും പ്രയോജനമില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് മാറും എന്നാണോ അതിന് പറയേണ്ടത്? ഇതൊരു കൂട്ടം കൂടിയിട്ടുള്ള തീരുമാനം. എല്ലാ രാഷ്ട്രീയക്കാരും ഉത്തരവാദികളാണെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയം മുതൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം വന്നതിന് ശേഷവും ഇതെന്തിനു വേണ്ടി എന്നുള്ള കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില ന്യായങ്ങളുണ്ട്. അതായത് ലോകായുക്ത ഒരു തീരുമാനമെടുത്താൽ അതിന്മേൽ ഒരു അന്വേഷിക്കുന്ന ലോകായുക്ത, തീരുമാനമെടുക്കുന്നത് വിധിക്കുന്നത് ലോകായുക്ത, അതിന്മേലൊരു റിവ്യൂവിന് പോകാനുള്ള അവസരം പോലും ഇല്ലാതെ ശിക്ഷ നടപ്പാക്കപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ റിവ്യൂവിന് പോകുമ്പോഴത്തേക്കും ശിക്ഷ നടപ്പാക്കപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ സാധിക്കില്ല. ഒരു ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അവസരം എല്ലാ ആളുകൾക്കുമുള്ളതാണ്. അത് ഇവർക്ക് മാത്രമായി നിഷേധിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിന് ന്യായമായിട്ട് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അപഹാസ്യമാണെന്ന് ആലോചിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്ന് വിചാരിക്കാം. തത്വത്തിൽ താങ്കൾ ഇപ്പോൾ ഈ പറയുന്നതിലൊരു ചെറിയ നീതിബോധത്തിന്റെ അംശമുണ്ട്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പീലിന് അതോറിറ്റി കൊടുക്കുന്നു. എന്റെ ചോദ്യം അതല്ല. മുഖ്യമന്ത്രിക്കെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അസംബ്ലി ആണോ അതിന്റെ അപ്പീൽ അതോറിറ്റി? ആണോ? മന്ത്രിക്കെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണോ അതിന്റെ അപ്പീൽ അതോറിറ്റി? MLA-ക്കെതിരെ ഒരു ഫൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ സ്പീക്കറാണോ അതിന്റെ അപ്പീൽ അതോറിറ്റി? എന്ത് മണ്ടത്തരമായി പറയും? ചെറുമാർക്ക് എന്ത് നോളജ് ആവുന്നത്?
ഒരാൾ അതൊരു കസേര ഇരിക്കുന്നുണ്ട്, അയാൾക്ക് വല്ല വിവരം ഉണ്ടോ? അങ്ങനെയാണ് കേരളത്തിലുള്ള പല അധികാര കേന്ദ്രങ്ങളിലും ഇരിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള മെറിറ്റ് എന്താ? ഓരോ മന്ത്രിമാരുടെ പേരിലും നമുക്ക് തന്നെ അറിയാലോ. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അപഹാസ്യരാക്കപ്പെടുന്ന ചില മന്ത്രി പൊങ്കുവന്മാരുടെ അവസ്ഥ. ഇവർക്ക് എന്ത് മെറിറ്റാണ് സാർ ഉള്ളത്? അങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാം. ലോകായുക്തയ്ക്ക് എതിരെയുള്ള അപ്പീൽ അതോറിറ്റി ഹൈക്കോടതിയാക്കാൻ തയ്യാറാണ്. ഹൈക്കോടതിയാണ് ഇതിന്റെ അപ്പീൽ അതോറിറ്റി ആയി വരേണ്ടത്. അതുവരെ ഒരു നടപടിയും പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. MLA-ക്കെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്തൊരു സ്പീക്കർ. ഞാൻ ഈ സ്പീക്കർ നല്ല ഉദ്ദേശിക്കുന്നത് അവിടെ കയറിയിരിക്കുന്നവന്മാരുടെ നിർത്തണ്ട. മന്ത്രിക്കെതിരെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി, ഇത് MLA-ക്കെതിരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി. സർ, യു ജസ്റ്റ് ഇമാജിൻ ദ മെറിറ്റ് ഓഫ് ദ റെപ്രസെന്റേറ്റീവ്സ്, പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ്. അവിടെ മെറിറ്റ് നോക്കുക തന്നെ വേണം. ജനാധിപത്യം വലിയ ശക്തമാണ്, വലിയ കടലാണ്, വലിയ ഏറ്റവും മഹത്തായ സംഗതിയാണ് പറയുന്നത്. ഡീമെറിറ്റ് ഈസ് ദ ഓൺലി മെറിറ്റ് ഇൻ ദി സൊസൈറ്റി. കുറച്ച് കാര്യങ്ങളായി ഡീമെറിറ്റ് മാത്രമല്ലേ നമ്മുടെ സമൂഹത്തിൽ ഒരു കസര കിട്ടാനുള്ള യോഗ്യത. മെറിറ്റ് ഉള്ളവനെ അങ്ങോട്ട് അടിപ്പിക്കുമോ? പുതിയ ഈ ഡീമെറിറ്റ് വർദ്ധിച്ചു വരുന്ന കാലത്തിലാണ് ഒരു ക്രിമിനൽ കോക്കസ് ആയിട്ട് മാറുകയല്ലേ. അതുകൊണ്ട് ആ പറഞ്ഞതിൽ യാതൊരു സാങ്കത്യവുമില്ല. അതിന് മുകളിൽ അതിനേക്കാൾ ഔന്നത്യമുള്ള, മുമ്പേ നമ്മൾ ഇതിനെ ഘടനയെക്കുറിച്ച് പറഞ്ഞു, സുപ്രീം കോടതി റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആണല്ലോ, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാർ രണ്ടുപേര്. യുവമാരെക്കാളും ഈ തെളിവുകൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ശേഷി കേരളത്തിലെ സ്പീക്കർക്കോ പിന്നെ അസംബ്ലിക്കോ മുഖ്യമന്ത്രിക്കോ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്. ഞാൻ ഐ വിൽ എഗ്രി വിത്ത് ഉണ്ടോ? അപ്പൊ ആ പറയുന്നതൊക്കെ പിന്നെ പറയാൻ കൊള്ളാത്ത ന്യായങ്ങൾ ഇന്ന് പോലും പറയാൻ കൊള്ളില്ല. അതെന്തോ അർത്ഥമാണ് ഈ പറയുന്നതിലുള്ളത്? ഒരു വലിയ ബോഡിയുടെ മുകളിൽ അതിനേക്കാൾ അക്കാഡമിക്കലി നിയമപരമായി പരിചയ സമ്പന്നതയുടെ ഒക്കെ താഴെയായ ആളാണോ അതിന്റെ അതോറിറ്റി ആവേണ്ടത്? അതിന്റെ അപ്പീൽ അതോറിറ്റി ആവേണ്ടത്? അതങ്ങനെ അല്ലല്ലോ വേണ്ടത്. അങ്ങനെയാണ് ഇപ്പൊ ഈ ലോകായുക്ത അപ്പോയിന്റ്മെന്റിൽ ഈ മെറിറ്റ് വെക്കരുത്. വഴിയെ പോകുന്ന ഏതെങ്കിലും അണ്ടർ അറോണിനെ പിടിച്ച് ലോകായുക്തയാക്കാം. അതല്ലല്ലോ. 10, 20, 25 വർഷം ജുഡീഷ്യറിയിൽ നിന്ന് പരിചയമുള്ള ജഡ്ജിമാരെ പിടിച്ച് ലോകായുക്തമാക്കുന്നു. അവർ ഡെസ്പെറേഷനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഭൂരിപക്ഷം ആളുകളും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പ്ലീസ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. ആരെന്ത് വിചാരിച്ചാലും അത് കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ്. അവർക്ക് കസേര ഹോൾഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു നിഷ്പക്ഷമാണെന്ന് വിചാരിക്കുക. 10-15 വർഷം ജുഡീഷ്യറിയിൽ ഇരുന്ന നിയമരംഗത്ത് 10-50 വർഷമെങ്കിലും സേവനം ചെയ്ത ആളുകളെക്കാൾ മുകളിലാണോ 8ാം ക്ലാസും 10ാം ക്ലാസും പാസ്സാവാതെ വരുന്ന MLA? അവിടെ നിഷ്ഠ ഇവരാണോ റിവ്യൂ ചെയ്യേണ്ടത്? അതുകൊണ്ട് ആ ന്യായമൊന്നും സാധാരണ ഞങ്ങളോട് പറയാൻ കൊള്ളില്ല. ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ നടപ്പാക്കും. നിങ്ങൾ ആരുടെ ചോദിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള അല്ല, ഇതില് ഈ പറയുന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിയമസഭ എങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ലോകായുക്ത എടുക്കുന്ന തീരുമാനം നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനുള്ള ആളായിട്ടാണ്. ഈ വിധിയുടെ അപ്പീലിംഗ് അതോറിറ്റി ആയിട്ടല്ല. അതായത് ഈ തീരുമാനം ലോകായുക്തയുടെ നിർദ്ദേശം അത് ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ലോകായുക്തയ്ക്ക് ഇനി നിർദ്ദേശിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ നിയമം ഈ പുതിയ ഭേദഗതിയോടുകൂടെ വരുന്നത്. അതെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ബോഡി അതങ്ങ് ചെയ്താൽ പോലെ ഇവരെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണം. ഈ പറയുന്ന ഈ നിയമസഭ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇന്ന മന്ത്രിക്കെതിരെ ആരോപണമുണ്ട്, അത് ഒരു അന്വേഷണം നടത്തിയിട്ട് തീരുമാനം എടുത്താൽ പോലെ ഇവരെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണം. അതിന് ഈ പണിയെടുപ്പിക്കാൻ തന്നെ അതായത് 2 IAS-കാരെ വെച്ചാൽ പോലെ. ഇങ്ങനെ വലിയ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും തുല്യ മഹത്തായി വരുന്നത് വിചാരിക്കാവുന്ന ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അത് റിജക്ട് ചെയ്യിക്കണം. ഇത് അന്വേഷണ കമ്മീഷനെ വെക്കുന്ന പോലെ അവസ്ഥയായി മാറി. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ എത്രയോ അന്വേഷണ കമ്മീഷനുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയൊരു ഇഷ്യൂ വരുമ്പോൾ ഒന്ന് സമൂഹത്തെ സ്വാന്തനിപ്പിക്കാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കും. ഇന്ന് അവർ ഏതെങ്കിലും ഒരു കമ്മീഷൻ എത്ര കമ്മീഷൻ റിപ്പോർട്ട് ടേബിൾ ചെയ്തിട്ടുണ്ട്? അസംബ്ലിയിലോ പാർലമെന്റിലോ എത്ര കമ്മീഷൻ റിപ്പോർട്ട് ടേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇനി ആ ടേബിൾ ചെയ്യപ്പെട്ടിട്ടുള്ള മേശപ്പുറത്ത് വെച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് എത്ര നടപ്പാക്കിയിട്ടുണ്ട്? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് ലോകായുക്ത എന്ന് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ, അതായത് ഇവിടെ നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രയോജനവുമില്ലാത്ത ഒരു റിട്ടയർഡ് ജഡ്ജിക്ക് പണിയെടുക്കുന്ന അന്വേഷണ കമ്മീഷൻ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഗവർണർ ഇത് നിയമസഭ പാസ്സാക്കിയ ബില്ല് തടഞ്ഞു വയ്ക്കുന്നു, പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അതിൻ്റെ ഗവർണർക്ക് അത് ചെയ്യാമോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് നിയമപരമായ വേറൊരു പ്രശ്നമാണ്. ഇത് ഭരണഘടനാ സാധുവാണോ?
ഈ പാസാക്കിയ ബില്ല് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ, നിലനിൽക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു എൻക്വയറി മെക്കാനിസത്തെ അട്ടിമറിക്കുന്നതാണോ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും കോടതിക്ക് മുന്നിലാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ പോലും ഇത് കോടതിക്ക് മുന്നിൽ ചോദ്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കോടതിക്ക് മുന്നിൽ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ലെജിസ്ലേറ്റീവ് പാസ്സാക്കിയ ഒരു നിയമത്തെ കോടതിക്ക് അത് ഇൻവാലിഡേറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അത് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയ ഒരു സംഗതി വരുന്നു. അതിനകത്തൊരു ഒരു ഹൈക്കോടതി പോകുന്നു. എത്രയോ കാലത്തിന് ശേഷമാണ് ആ ഒരു ഫൈൻഡിങ് വരുന്നത്. അപ്പൊ എത്രമാത്രം അത് ചോദ്യം ചെയ്യപ്പെട്ട് വരും. നമ്മുടെ നാട്ടിലെ ഈ ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഒക്കെ ഈ പ്രോസസ്സിന്റെ ഒക്കെ ഡിലേയും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. ലക്ഷക്കണക്കിനായ കേസുകൾ കെട്ടിക്കിടക്കുന്നു, അത് അവിടെ ഇടും. ഇത് തന്നെയുമല്ല, ഇതിപ്പോ ഗവൺമെന്റിനെതിരെയുള്ള ആണെങ്കിൽ പല ജഡ്ജിമാർ അതിൽ നിന്ന് ഇവേഡ് ചെയ്യും, അതങ്ങോട്ട് മാറ്റി വെക്കും. ഞാനെന്തിനാ അതിൻ്റെ തലയിടും? കാരണം പ്രത്യേകിച്ച് റിട്ടയർമെന്റിന്റെ വേർജിലാൽ നിൽക്കുന്ന ആളുകളൊന്നും ഇതിൻ്റെ അകത്തൊന്നും പോയി തലയിടാൻ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സങ്കല്പത്തിൽ പറയാമെന്നല്ലാതെ ഈ ബില്ല്, ഈ നിയമം ഭാവിയിൽ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ചലഞ്ച് ചെയ്യപ്പെടുമെന്നും അവരതിൽ ഇന്റർഫിയർ ചെയ്യുമെന്നും നമുക്ക് നീതി നടപ്പാക്കി തരുമെന്നും അങ്ങനെ നാളെയൊക്കെ നമ്മൾ എല്ലാവിധ നീതിയും തുല്യമായി കിട്ടുന്ന യൂറോപ്യൻ ഡെമോക്രസിയിൽ ജീവിക്കാമെന്നൊക്കെയുള്ളതൊന്നും ചിന്ത നമ്മുടെ ഈ ആയുഷ്കാലത്ത് നിങ്ങൾ വെച്ച് പുലർത്തേണ്ട. നമ്മുടെ ആ കാലം കഴിഞ്ഞതിന് ശേഷം നോക്കാം. അത് ഒന്നെങ്കിൽ കൂടുതൽ വേസ്റ്റ് ആവും, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ നന്നായേക്കാം. അപ്പൊ പ്രത്യാശ എനിക്കില്ല. ചുരുക്കത്തിൽ ഇപ്പോൾ ഈ ഗവർണറുടെ തീരുമാനത്തെ മറികടക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഗവർണറുടെ നടപടിയെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഗവർണറുടെ നടപടി ശരിയല്ല എന്ന് ജനത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് സർക്കാർ വാദിക്കുമ്പോഴും ലോകായുക്ത എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഫലത്തിലുണ്ടാവുന്നത്. ലോകായുക്തയെ കൊണ്ടുള്ള ഒരു ഉപകാരമൊന്നും പൊതുസമൂഹത്തിന് നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഡയറക്റ്റായിട്ട് പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് ജുഡീഷ്യറി മാത്രമാണ്. അപ്പൊ നമുക്ക് ലോകായുക്തയുടെ ഒരു വിധി കിട്ടിയോണ്ട് എനിക്ക് ഇന്ന പോലെ ഒരു കാര്യം നടന്നിട്ട് ഇത് കേരളത്തിലെ 3 കോടി പൗരന്മാരുടെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും? സത്യത്തിൽ ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ? ഈ സംവിധാനം തന്നെ പ്രഹസനമല്ലേ? ഇപ്പൊ തീർത്തും അത് എസ്റ്റാബ്ലിഷ്ഡ് പ്രഹസനമായി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് മരണം വരെയും കുറെ കസേരയെ കുറച്ചുവരെ പിടിച്ചിരുത്താം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ തന്നെയുമല്ല ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ലോകായുക്തകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളികളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒരേ ബെഞ്ച് തന്നെ വേറൊരു ബെഞ്ചിന് വിടുന്നു, ആ ബെഞ്ച് തിരിച്ചയക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയായിട്ട് ചെല്ലുന്നവരെ അപമാനിക്കുന്നു, ഇവരൊക്കെ കൂടെ കൂടിയിട്ട് വേറൊരു സദ്യ ഉണ്ണാൻ പോകുന്നു, വീണ്ടും തിരിച്ചു വന്നിട്ട് വേറെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതൊക്കെ ആർക്കും മനസ്സിലാവില്ല എന്ന് കരുതുന്ന അത്രമാത്രം ധാർഷ്ട്യം ഇവർക്കുണ്ട്. ഈ കളികളൊന്നും മറ്റാർക്കും മനസ്സിലാവില്ല, 3.5 കോടി പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല എന്ന് കരുതുന്ന ധാർഷ്ട്യമാണത്. അതൊരു തരത്തിലുള്ള സുഖലോലുപതയിൽ നിന്നുണ്ടാവുന്ന ഒരു സംഗതിയാണ്. സൗജന്യ ജീവിതം കൊണ്ട് കുറേ കാലങ്ങൾ, പതിറ്റാണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പല മനുഷ്യന്മാർക്ക് അങ്ങനെ പല പല തോന്നലുകളും ഒന്നും ചെയ്യാൻ കഴിയുന്നത്. അത് ചില അക്കാഡമികളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ, പേര് 10-80 വയസ്സൊക്കെയായി ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പല പോസ്റ്റുകളിൽ. അപ്പൊ ഇവർക്ക് സാമാന്യ ജനങ്ങളുടെ കോമൺ സെൻസിനെ അസസ് ചെയ്യാനുള്ള കഴിവടക്കം പോവുക. ഇതങ്ങനെ അങ്ങ് പോവും, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ഇതാണ്, എന്തെങ്കിലും ഒരു പ്രത്യാശ, നിഷ്പക്ഷരായിട്ടുള്ളതും ഇൻഡിക്കേറ്റീവുള്ളതായിട്ടുള്ള ലോകായുക്തയുടെ അംഗങ്ങൾ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു പ്രത്യാശ ഇന്നത്തേതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അതിന് BJP പോലുള്ളൊരു പൊളിറ്റിക്കൽ സംഘടന ഇതിനെ, ഈ ലോകായുക്ത ഭേദഗതിക്കെതിരെ നിയമം വന്നപ്പോൾ മുതൽ റോഡിലിറങ്ങിയ സംഘടന, പ്രതിഷേധിച്ചവർ, ഇത് എങ്ങനെയാ കേന്ദ്രം ഇതിന് അനുമതി കൊടുത്തു എന്നുള്ളതിനും കൂടെ പറയാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യത്തിലൊക്കെ ഇവരൊക്കെ വലിയ കൂട്ടുകെട്ടും സൗഹൃദത്തിലുമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സംഘടനകളൊക്കെ തിരിച്ചുവിട്ട് നമ്മുടെ നികുതി ഭാരം കുറയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആയിട്ട് വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ലോകായുക്ത സംവിധാനത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് ആ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്, ആ ബില്ലിലെ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്. ആ വ്യവസ്ഥകൾ ഇപ്പോൾ നിയമമായിരിക്കുന്നു. അതോടുകൂടി ലോകായുക്ത എന്ന സംവിധാനം തന്നെ എന്തിന് എന്ന ചോദ്യമാണ് 1999 ഇ.കെ. നായനാർ സർക്കാർ ഇ.കെ. നായനാരുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയാണ്
16 അധികാരത്തിൽ വന്ന് 2021 തുടർച്ചയുണ്ടാക്കിയ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇൻസൈറ്റിൽ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.